ഇന്നത്തെ നമ്മുടെ നൈറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കുഞ്ഞ് നൈറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ കുറേ പാത്രങ്ങൾ കഴുകി കിച്ചണൊക്കെ വൃത്തിയാക്കി. എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കിച്ചൺ വൃത്തിയാക്കുക, പാത്രങ്ങളൊക്കെ മുറിക്കുക, ഫുഡൊക്കെ റെഡിയാക്കി വയ്ക്കുക രാത്രി കഴിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ രാത്രി കഴിക്കാനുള്ളത് ഉച്ചയ്ക്കേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൊള്ളി ഉണ്ടാക്കാമെന്ന്. നമ്മൾ തൃശ്ശൂർക്കാർ കൊള്ളി എന്ന് പറയുക, കപ്പാന്ന് മരിച്ചീനി എന്നൊക്കെ പറയും ഓരോ സ്ഥലങ്ങളിൽ. അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എന്താ ഇതിന് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കൊള്ളി നന്നാക്കാനൊന്നും അങ്ങനെ അറിയില്ല, ഇപ്പോഴും അറിയൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ തോല് പോയാൽ മതിയല്ലോ, പ്രോപ്പറായിട്ട് അത് ചെയ്യണമെന്നൊന്നുമില്ല. അതിൻ്റെ തോല് പോയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഇത് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ശരിയാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പഠിക്കണം എന്നൊന്നുമില്ല. കാര്യം എന്താണോ അത് ചെയ്യുക, അത്ര മാത്രം. ഇപ്പം നമുക്ക് കഴിക്കണം എന്ന് തോന്നിയാൽ അത് നന്നായിട്ട് പ്രോപ്പറായിട്ട് കഴുകി ആ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം പഠിച്ചിട്ട് നമ്മൾ കുക്കിംഗ് പഠിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ എന്ന് പറയുന്ന നമ്മുടെ അമ്മമാരുണ്ടല്ലോ, അതൊക്കെ വെറുതെയാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ തന്നെ പഠിച്ചോളൂ എല്ലാവരും. അപ്പോൾ എൻ്റെ അനിയത്തിമാർ, കല്യാണം കഴിക്കാത്ത എൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിച്ച് നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി കേട്ടോ. അവിടെ ചെന്നാൽ മെല്ലെ പഠിച്ചോളും. പിന്നെ നിർബന്ധങ്ങളൊന്നുമില്ല, നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് നമ്മൾ ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ കുറേ കൊള്ളി വാങ്ങിച്ചതൊക്കെ നശമായി പോയിട്ടോ, എല്ലാം നശമായി. ഇതേപോലെ കറുത്തു. അതിൻ്റെ ഉള്ളിൽ ആൾ പറ്റിച്ചതാണോ ഇനി ഞാൻ എടുത്തത് ശരിയാവാതെയാണോ, കൊള്ളി നോക്കാതെ എടുത്ത കാരണമാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൊള്ളിയൊക്കെ, ഇനി ഇത് ഒരു കൊള്ളിയാണ് കറക്റ്റായിട്ട് കിട്ടിയത്. ഇനി അതിന്ന് ഒക്കെ ഞങ്ങൾക്കൊരു കൊള്ളി ധാരാളമാണ്, എങ്കിൽ പോലും എന്തെങ്കിലും ഇടണമല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സൂത്രൊപ്പിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ കൊള്ളി, എന്നാലും ഞാൻ ഈ കറുത്ത് പോയ കൊള്ളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞ് കഷ്ണം കിട്ടുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നുമില്ല, കുറേ സമയമെടുത്ത് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു കുഞ്ഞു കുട്ടിയുള്ള കാരണം മാറിയെടുക്കാനൊന്നും നമുക്ക് ആരുമില്ല. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ ചെയ്യേണ്ട കാരണം ഞാൻ ഒരുപാട് സമയം കുക്കിങ്ങിന് വേണ്ടി ഇപ്പോൾ സ്പെൻഡ് ചെയ്യാറില്ല കേട്ടോ. കിട്ടുന്ന സമയം വേഗം വേഗം ചെയ്യും. അപ്പോൾ ഞാൻ വേഗം ഇപ്പോൾ എന്താ പറയുക പഠിച്ചു. പിന്നെ ടൈം എനിക്ക് ഭയങ്കര, ടൈമിന് അത്ര വിലയൊന്നും കൊടുത്തിരുന്ന ആളല്ല. ഇപ്പോൾ എനിക്ക് ടൈം എന്ന് പറയുന്നത് ഭയങ്കര, ഒരു മിനിറ്റ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. കാരണം ഞാൻ കൂടുതലും വെറുതെ ഇരിക്കാനും അതുപോലെ തന്നെ എൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ കുട്ടിയാണ്, അപ്പോൾ കുട്ടിയുടെ കാര്യങ്ങളും പിന്നെ എൻ്റെ മോളുടെ കാര്യങ്ങളും പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ സമയം കണ്ടുപിടിക്കുക. അതുകൊണ്ട് എനിക്കിപ്പോൾ ടൈമിന് നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടൈം വെറുതെ വേസ്റ്റ് ആക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈമിന് നല്ല വില വരുമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു കായും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, നേന്ത്രക്കായ നമ്മൾ പുഴുക്കുണ്ടാക്കണ പോലെ. അപ്പോൾ കപ്പയും കായും മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ കുക്കറിലൊന്ന് നാക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. ഇനി നമുക്ക് കൊള്ളിയുടെ കൂടെ കുറച്ച് മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മീൻ വറുത്തതും കൂടി കഴിക്കാം. അപ്പം മീൻ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ, പീലീസിന് ഇഷ്ടമുള്ള മീനാണ് കേട്ടോ. അപ്പോൾ പീലീസിന് വേണ്ടി മാത്രം വാങ്ങിച്ചത്, പക്ഷേ ഇന്ന് ഞങ്ങളും കഴിക്കും കേട്ടോ. നമ്മുടെ ചൂടയാണ്, നമ്മൾ തൃശ്ശൂർ ചൂടാന്നാണ് കേട്ടോ പറയുക, ഇതിന് കൊഴുവാന്നൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മൾ ചൂട ഐസായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഞാൻ ഇടണുള്ളൂ കേട്ടോ. സദാ പോലെ അങ്ങോട്ട് വറുത്തെടുക്കണുള്ളൂ. അപ്പോൾ നന്നായിട്ട് മസാല വാറ്റി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ എരിവ് ഞാൻ അധികം അങ്ങോട്ട് ഇടില്ല, മുളക് പൊടി കഴിക്കണ കാരണം എരിവ് ഭയങ്കരമായിട്ട് ഇടില്ല കേട്ടോ. ഞങ്ങൾക്ക് കഴിക്കുന്ന രീതിയിൽ മോൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എപ്പോഴും ഫുഡ് ഉണ്ടാക്കാറ്, ഒരുപാട് എരിവ് ഇടില്ല. അപ്പോൾ ഇതാ ഒരാൾ കരഞ്ഞു തുടങ്ങി, ഞാൻ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കരഞ്ഞായിരുന്ന ആളാണ് കേട്ടോ ഈ കിടത്ത് ചിരിക്കണത്. എടുത്തിട്ട് കിച്ചണിലേക്ക് കൊണ്ടുപോയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നോക്കി ഞാൻ കുക്ക് ചെയ്യണതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ മീനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് സെറ്റാക്കി എടുക്കുന്നത്. ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊന്നും ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് എൻ്റെ ഒക്കത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ കൊടുക്കില്ല കേട്ടോ. ഒരു 7 മാസം ആവാതെ ഞാൻ ഫുഡൊന്നും കൊടുക്കില്ല. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ മീൻ വറുത്തതും കൂട്ടി നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഇതാ മരുന്ന് കൊടുക്കേണ്ടതിൻ്റെ ഇടയിൽ ഒരു പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മരുന്ന് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുക്കാം കേട്ടോ. മരുന്ന് കഴിക്കാൻ ഭയങ്കര പേടിയാട്ടോ, വായ ഇങ്ങനെ അടച്ച് വയ്ക്കുക, തുറപ്പിച്ച് നമ്മളിങ്ങനെ കൊടുക്കണം. എന്നിട്ട് ഭയങ്കര ആക്ഷൻസ് ആണ് കേട്ടോ മരുന്ന് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ.
കണ്ടോ ഭയങ്കരമായിട്ട് കടിക്കും കേട്ടോ. വിറ്റാമിൻ D3 സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുക കുഞ്ഞു കുട്ടികൾക്ക്, ന്യൂ ബോൺസിന് 1 വയസ്സ് വരെ. അപ്പോൾ വിറ്റാമിൻ D3 ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാലും മരുന്ന് കൊടുക്കണമല്ലോ. എനിക്കിങ്ങനെ കൊടുക്കാൻ പെട്ടെന്ന് കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മോന് മരുന്നൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് മോളിവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സർപ്രൈസായിട്ട് എന്തോ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ ചിത്രം നല്ല ഭംഗിയിൽ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. കുറേ ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കും കേട്ടോ. വീഡിയോ ഒക്കെ നോക്കി ചിത്രമൊക്കെ നോക്കി ഒക്കെ വരയ്ക്കും കേട്ടോ. അതേ ഒരുപാട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്ന് വരച്ചതാട്ടോ അതൊക്കെ. ഇനി ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ചോറ് കൊടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറിയും അതുപോലെ നമ്മുടെ കൊള്ളിക്കറിയും ചോറും മീൻ വറുത്തതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാൻ ഇന്നത്തെ നൈറ്റ് ഊണ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൈറ്റ് ഒരു ഇങ്ങനെ പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നൈറ്റും നല്ലതാവട്ടെ കേട്ടോ എല്ലാവരുടെയും. അപ്പോൾ താങ്ക് യു.